ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിന് പിന്നാലെ നിർണായക നീക്കവുമായി ദേവസ്വം ബോർഡ്. ഒരാഴ്ച മുൻപ് വിരമിച്ച ദേവസ്വം സെക്രട്ടറി എസ് ബിന്ദുവിന്റെ പെൻഷൻ തടയും. ഇന്നലത്തെ ഹൈക്കോടതി പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. 2025-ൽ ദ്വാരപാലക ശില്പം പുറത്തേക്ക് കൊണ്ടുപോയതിൽ ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചിരുന്നു. സുനിഷ അയ്യല്ലൂർ ചേരുന്നു. സുനിഷ, നടപടികൾ ഓരോന്നായി ഇനിയും ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പൊ നിലവിൽ ബിന്ദുവിന്റെ പെൻഷൻ തടയാനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നു അല്ലേ? അതെ റോഷ്നി, അത്തരമൊരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. റോഷ്നി പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നിരീക്ഷണത്തിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ ഭരണസമിതിക്ക്, നിലവിലുള്ള ഭരണസമിതിക്ക് കൂടി വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതിൽ പ്രധാനമായും കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയ ഒന്ന്, 2025-ൽ ദ്വാരപാലക ശില്പം സ്വർണം പൂശാനായി കൊണ്ടുപോയപ്പോൾ അത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ മിനിറ്റ്സിൽ രേഖപ്പെടുത്തുന്നതിൽ ആർക്കാണ് വീഴ്ച പറ്റിയത് എന്നുള്ളത് തന്നെയാണ് ആ ചോദ്യചിഹ്നമായി ഉയരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ദേവസ്വം ബോർഡ് പറയുന്നത് ഇത്തരം നടപടിക്രമങ്ങൾ നടപ്പാക്കുന്നതിൽ, പൂർത്തിയാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചത് സെക്രട്ടറി എസ് ബിന്ദുവിനാണ് എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ ദേവസ്വം ബോർഡിന്റെ ഒരു രീതി അനുസരിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ഇത്തരം തീരുമാനങ്ങൾ കൈപ്പടയിൽ എഴുതി നൽകുന്നത് എന്നുള്ളതാണ്. ആ കൈപ്പടയിൽ എഴുതുന്ന തീരുമാനങ്ങൾ അത് ഡോക്യുമെന്റാക്കി, രേഖയാക്കി മാറ്റേണ്ടത് അത് സെക്രട്ടറിയുടെ ചുമതലയാണ്.